എന്താണ് മോനെ ഇത്ര ഷീറ്റ് വിരിച്ചിട്ട് എനിക്ക് ഇതിൽ തന്നെ ഒഴിക്കാൻ കണ്ടുള്ളൂ. പുതിയ ബെഡായിരുന്നു, മൂത്രം തട്ടിക്കാണ്ട് കൊണ്ടുനടക്കായിരുന്നു. ഇതിന്റെ മണഞ്ഞി പോവൂല്ല. കണ്ട നായ്ക്കളും പട്ടികളും പൂച്ചകളൊക്കെ എന്റെ ബെഡ്റൂമിൽ കയറി നിറങ്ങിയിരുന്നു. ഞാൻ അമ്മാനോട് നോക്കാൻ ഏൽപ്പിച്ചിട്ടാണല്ലോ പോയത്. എന്റെ മുതലേക്ക് ഇങ്ങനെ നോക്കി കുത്തിരിക്കല്ലേ. ഇത്തിരി ഇടങ്ങറായാലും എന്താ ഫാത്തിമ, നമ്മുടെ സൈനത്താന്റെ ബെഡന്നെ കിട്ടിയില്ലേ. എന്റെ ഉമ്മാനെ പെറ്റിട്ടതും പടച്ചോൻ വിളിച്ചതും ഒക്കെ ഈ ബെഡ് കിടന്നിട്ടാ. അത്ര റാഹത്തുള്ള ബെഡ് അത്. ജാഫർക്ക് മയ്യത്തായ ബെഡാ. സ്പെയിനിന്ന് കൊടുന്ന സ്പോഞ്ച് കിടക്ക, പഞ്ചാബിൽ നിന്ന് കൊടുന്ന പഞ്ഞിക്കിടക്ക, പിന്നെ ചകരിക്കിടക്ക. അതായത് ഈ കുന്നംകുളത്തു നിന്നാണ് പഞ്ഞിക്കിടക്ക കിടന്നുണ്ടെങ്കില് ഓ കണ്ടാ മതി ഉറക്കം വരും, കണ്ടാ മതി ഉറക്കം വരും. എന്നിട്ട് നമുക്ക് ഉറക്കം വരില്ലല്ലോ. ഈ ബെഡ് കിടന്നവരൊക്കെ മയ്യത്തയക്കണം. കോയക്ക മാത്രമേ കിടക്കാത്തുള്ളൂ. മൂപ്പര് കഴിച്ചിലാവും ചെയ്തിരിക്കണം. ഇപ്പോഴും നടന്നു പോകുമ്പോൾ കോയക്ക അവിടെ നിന്ന് പീടിയിരിക്കണം. നിങ്ങളാണ് കേട്ടോ അവളെ കുണ്ടിലും കുയിലും കൊണ്ടുവിടണത്. നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഞാൻ ആ ബെഡ് ഒഴിവാക്കിയത്. ഇപ്പൊ എന്റെ പൈസക്കൊക്കെ ഒരു ബെഡ് വാങ്ങാൻ പറ്റൂല. ഞാനേ ഈ പള്ളിയിൽ ഉസ്താദാ. ഈ നാട്ടുകാർക്ക് മുഴുവൻ ഇൽമു പറഞ്ഞു കൊടുക്കുന്ന ആള്. ആ ഇന്റെ വരെ തന്നെ ഞാൻ പറഞ്ഞത് കേൾക്കൂലെങ്കിൽ ഞാൻ പറഞ്ഞത് നാട്ടിൽ കേൾക്കൂല. മനസ്സിലായി എനിക്ക്. എന്ത് അപ്പൊ ഫാത്തിമാന്റെ ഉറക്കം ചരിത്രത്തിന്റെ ഒപ്പം.